പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ഇപ്പോൾ രണ്ടാമത്തെ വാഹനം, അടുത്തതൊരു വലിയ ട്രക്കാണ്, സൈന്യത്തിൻ്റെ തന്നെയാണ്. ആ ഒരു വാഹനം കൂടി പാലത്തിലേക്ക് കയറുന്നത് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ ഒരു ആംബുലൻസ് കടന്നുപോയി, ആർമിയുടെ ആംബുലൻസ് ആണ്. ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവശ്യ വസ്തുക്കൾ, അവശ്യ മരുന്നുകൾ, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, എക്സ്കവേഷൻ ആവശ്യമുള്ള ഉപകരണങ്ങൾ, ഈ ക്രമത്തിലാണ്. അത്തരത്തിലുള്ള വാഹനങ്ങളെ ഈ മേപ്പാടി കഴിഞ്ഞ് ഇങ്ങോട്ട് കടത്തിവിടുന്നുള്ളൂ. അതല്ലാതെ വേറെ ഒരു വാഹനവും, മാധ്യമ വാഹനങ്ങൾ പോലും ഇന്ന് കടത്തിവിട്ടിട്ടില്ല. ഈ അവശ്യ വസ്തുക്കളുമായി വരുന്ന ആഹാരവും വെള്ളവും മരുന്നുകളുമായി വരുന്ന വാഹനങ്ങൾ, എക്സ്കവേഷൻ ഉപകരണങ്ങൾ, ഇവ മാത്രമാണ് കടത്തിവിടുന്നത് ഈ പാലത്തിലൂടെയും. ഇപ്പോൾ അതായത് ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുന്നത് വരെ ഇതായിരിക്കും നടക്കുക. ഇപ്പോൾ പ്രേക്ഷകർക്ക് തത്സമയം കാണാം, വാഹനം, രണ്ടാമത്തെ വാഹനം വരികയാണ്. അത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുന്നത്. സൈനികർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മറ്റ് രക്ഷാപ്രവർത്തകർ ഇതിനെ സ്വീകരിച്ചത് പോലും. കാരണം ഇത്രയും യുദ്ധകാലാടിസ്ഥാനം എന്ന് നമ്മൾ മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, യുദ്ധകാലത്ത് ഉണ്ടാവുന്നത് പോലെ. അതുപോലെ ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ചൊരു വലിയ യുദ്ധമാണ്. അതിന് നേരിടാൻ 2 ദിവസം കൊണ്ട് സൈന്യം ഇങ്ങനൊരു പാലം ഉണ്ടാക്കിയിരുന്നു. അവർ താൽക്കാലിക പാലം നേരത്തെ ഉണ്ടാക്കി, ഇന്നലെയും മിനിയാന്നുമായിട്ട്. ഇതിപ്പോൾ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള പാലം, വലിയ ഭാരവാഹനങ്ങൾക്ക് കയറ്റാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് കയറി പോകാൻ കഴിയുന്ന തരത്തിലുള്ള പാലമാണ്. ആ വാഹനം ഇപ്പോൾ പാലത്തിലേക്ക് കയറുന്നതാണ് കാണുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ കൂടി എന്നോടൊപ്പം ഉണ്ട്. മാർഷൽ, ഒരു പക്ഷേ നമുക്ക് ആശ്വാസം എന്ന് പറയാൻ കഴിയുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. രണ്ടാമത്തെ വാഹനം ഇതാ ബെയിലി പാലത്തിലൂടെ വരികയാണ്. തീർച്ചയായിട്ടും. കാരണം സൈന്യത്തിൻ്റെ 2 ദിവസത്തെ അധ്വാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ രണ്ടാമത്തെ ട്രക്ക് രണ്ടാമത് കയറി വരുന്നു. ഇതിലൂടെ കയറുന്നതോടുകൂടി ഈ പാലത്തിൻ്റെ ബലം കൂടി പരീക്ഷിക്കുന്നതാണ്. പാലം എത്രമാത്രം ഉറപ്പോടുകൂടി നിൽക്കുന്നു. ഈ പാലമായിരിക്കും ഇനിയിപ്പോൾ കുറേ നാളുകളിലേക്ക് പൂർണ്ണമായിട്ടും ചൂരൽമലയെയും അതോടൊപ്പം തന്നെ ഇതിന് എതിർപ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പാലോടെ വരുന്നു. ഇതോടുകൂടി കൂടുതൽ യന്ത്രക്കൈകളുമായി തിരച്ചിൽ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എങ്കിലും നമുക്കറിയാം, മറ്റു പല സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനമല്ല, ഇതിൽ പെട്ടുപോയിട്ടുള്ളവരെ തിരഞ്ഞുള്ള പല സമയങ്ങളിലും അതിൽ സാധിക്കാത്ത തരത്തിലേക്ക് വലിയ പാറകളുള്ളതുകൊണ്ട് അതിൽ പെട്ടുപോയിട്ടുള്ളവരെ തിരഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഇന്നുണ്ടായിരുന്നത്. കനത്ത മഴയിലും അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടുതൽ വാഹനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ഗുണപ്രദമാവുക സൈന്യം നിർമ്മിച്ചിട്ടുള്ള ഈ പാലമായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. കൂടുതൽ പെട്ടെന്ന് ഈ ദുരന്തത്തിൽ നിന്ന് ഈ നാടിനെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമം ഇതിലൂടെ ഉണ്ടാകും. ആ പാലത്തിലേക്ക് ട്രക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഷാനവാസ്, ഈ പാലം വരുമ്പോൾ, അതായത് ഒന്ന് തിരിച്ചാൽ കാണാം, നമുക്ക് അവിടെ ഒരു KSRTC ബസ് കിടക്കുന്ന കാണാം. ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് മുമ്പ് സ്റ്റേ ബസ് അവിടെ വന്നതാണ്. പിറ്റേന്ന് എടുക്കേണ്ട ബസ്സാണ് ആ കിടക്കുന്നത്. ആ ബസ് ഉൾപ്പെടെ പലതും അപ്പുറത്ത് പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ പാലത്തിലൂടെ ആ ബസ്സും കടത്തി വിടണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അപ്പുറത്ത് കുടുങ്ങിയിട്ടുള്ളവരെ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനുമെല്ലാം ഇത് വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ടാണ് 2-3 JCB ഇതിനിടയിൽ മറ്റു വഴികളിലൂടെ അവിടെ എത്തിയെങ്കിലും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ഈ പാലമാണ് സഹായകരമാവുക. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞോടുകൂടി ഇതാ ഇപ്പോൾ കോട ഇറങ്ങിയിരിക്കുന്നു. കനത്ത മഴയുണ്ട്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബന്ധീഭവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പാലം വരുന്നത്. പാലത്തിലൂടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതിൻ്റെ ആത്മവിശ്വാസം സൈന്യത്തിനും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെട്ടിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർക്കും ഉണ്ടാകുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ടുള്ള അധ്വാനമാണ്. ഈ സമയത്തെ കനത്ത മഴ, നമുക്കറിയാം, നദിയിലൂടെ അതിശക്തമായ ഒഴുക്ക് ഇപ്പോഴുമുണ്ട്. ഈ ശക്തമായ ഒഴുക്കിലും ഈ വെല്ലുവിളികളെല്ലാം തരണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യസാധ്യമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ചകളുണ്ട്. എങ്കിൽ തന്നെയും കൂടുതൽ മികവോടുകൂടി ഒരു നാടിനെ ഉയർത്തിവിടുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇതാ ഭാരം കയറ്റിയ ട്രക്കും പുതിയ പാലത്തിലൂടെ കടന്നു വരുന്ന കാഴ്ചയാണ്. മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇതാ പുതിയ ഒരു ട്രക്ക് കൂടെ കടത്തിവിടുന്നു. ഇതിനുശേഷം മറ്റു വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. തുടർപ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള പാലം നിർമ്മിക്കുന്നു. 2 ദിവസം സൈന്യം അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഇത് സാധ്യമായത്. ഈ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ
സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം നിൽക്കുകയാണ്, സൈന്യത്തിനൊപ്പം നിൽക്കുകയാണ്. അവരുടെ ഒരു അധ്വാനത്തിന് ഫലം കണ്ടിരിക്കുന്നു. ഒരു നാട് മുഴുവൻ വളരെ ആശ്വാസത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നതും. അഭിലാഷ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ന് 2 ദിവസം നമ്മൾ കണ്ടു, ഇനി അങ്ങോട്ട് ഒരു പ്രത്യേക ദിശാബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം നടത്തുവാൻ വേണ്ടി സൈന്യത്തിന് സാധിക്കും എന്നല്ലേ? തീർച്ചയായും. കാരണം ഇനി അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ ആംബുലൻസ് പോകുന്നത് കണ്ടു. ഇപ്പോൾ സൈന്യത്തിന്റെ വലിയൊരു ട്രക്ക്, വലിയ ഭാരം വഹിക്കാൻ കഴിയുന്ന ഒരു ട്രക്ക് ഈ പാലത്തെ പാസ് ചെയ്യുകയാണ്. ഒരു നിമിഷം അഭിലാഷ്.